2026 JEE മെയിൻ ഫേസ് 1 ജാനുവരി 23 മോർണിംഗ് ഷിഫ്റ്റിലെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് നോക്കുന്നു. അതിൽ 7ാമത്തെ ചോദ്യം നോക്കാം. കൺസിഡർ ദ ഫോളോവിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ ഉണ്ട്. ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ എന്താ? തന്നിരിക്കുന്ന റിയാക്ടന്റിനെ ടിൻ ആൻഡ് HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ദെൻ ശേഷം നമുക്കിതാ അസറ്റിക് അൻഹൈഡ്രൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഫോളോഡ് ബൈ ബ്രോമിൻ ഇൻ അസറ്റിക് ആസിഡ് മീഡിയം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എടുത്തിരിക്കുന്ന 4-nitrotoluene ആണ്. അസ്യൂമിങ് ദാറ്റ് ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ടു കംപ്ലീഷൻ, റിയാക്ഷൻ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തു. 137 milligram ഓഫ് 4-nitrotoluene എന്ന് വെച്ചാൽ 137 milligram ഓഫ് റിയാക്ടൻ്റ് എടുത്താൽ അത് എത്ര മില്ലിഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ബി ഉണ്ടാക്കുന്നതാണ് ചോദ്യം. തന്നിരിക്കുന്ന റിയാക്ഷൻസ് എല്ലാം അമൈൻ എന്നുള്ള ചാപ്റ്ററിലെ റിയാക്ഷനാണ്. അമൈനിൻ്റെ റിയാക്ഷൻ, അതിൽ അമൈൻ്റെ ഫോർമേഷൻ ഉണ്ട്, അമൈഡിൻ്റെ ഫോർമേഷൻ വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്. അവസാനം അത് മോൾ കോൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നിലധികം ചാപ്റ്റേഴ്സ് ഇൻവോൾവ് ആണ്. ചാപ്റ്റർ അമൈൻസ് ആൻഡ് ചാപ്റ്റർ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, മോൾ കോൺസെപ്റ്റ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. നമുക്ക് നമ്മുടെ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള റിയാക്ടൻ്റ് എന്ന് പറയുന്നത് 4-nitrotoluene ആണ്. ഓക്കെ, നമ്മൾ ഇതിനെ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? വി ആർ ട്രീറ്റിംഗ് വിത്ത് ടിൻ ആൻഡ് HCl. ടിൻ ആൻഡ് HCl ആയിട്ട് ട്രീറ്റ് ചെയ്തു. നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് ഒരു ന്യൂട്രലൈസേഷൻ സൈഡിലേക്ക് എത്തിക്കുന്ന സമയത്ത്, അതായത് ടിൻ ആൻഡ് HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് റിഡക്ഷൻ നടന്ന് NO2 എന്ന് പറയുന്ന ആൾ എന്തായി മാറും? NH2 ആയി മാറും. CH3 ആൻഡ് ദിസ് വിൽ ബി NH2. ഓക്കെ, പക്ഷേ ഇത് അസിഡിക് മീഡിയത്തിലായതുകൊണ്ട് ഈ NH2 NH3+ ആയിട്ട് ഉണ്ടാവുക. അതിനെ തിരിച്ച് NH2 ആക്കി ന്യൂട്രൽ സൈഡിലേക്ക് ആക്കി എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതായത് അൾട്ടിമേറ്റ്ലി A എന്ന് പറയുന്ന ആൾ ഇതായിരിക്കും. ഇവർ ഉദ്ദേശിച്ചതാണ് ടിൻ ആൻഡ് HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ NO2 എന്നുള്ള ആൾ NH2 ആയി. NH2 ഒരു ബേസ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അയാൾ HCl ഒരു H+നെയും കൂടെ വാങ്ങിയിട്ട് NH3+ ആയിട്ടാണ് ഇരിക്കുക. അതിനെ ന്യൂട്രൽ ആക്കി എന്ന് വെച്ചാൽ NH2ലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ A ഈസ് ദിസ് വൺ. 4-methyl aniline നമ്മുടെ A എന്ന് പറയുന്ന ആൾ. ഇയാളെ ഞാൻ ആരായിട്ട് ട്രീറ്റ് ചെയ്തു? അസറ്റിക് അൻഹൈഡ്രൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. CH3C ഡബിൾ ബോണ്ട് O ട്വൈസ് O, അസറ്റിക് അൻഹൈഡ്രൈഡ്. അസറ്റിക് അൻഹൈഡ്രൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ NH2 എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യും? NH2 എന്ന് പറയുന്ന ആൾ അമൈഡായി മാറും. സോ ഹിയർ യു വിൽ ബി ഹാവിങ് ആൻ അമൈഡ് ഫോം. അമൈഡ് ഫോം ചെയ്യുമ്പോൾ ഇവിടെ CH3 അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ NH ഗ്രൂപ്പ് NHCOCH3 എന്നാവും. അസറ്റിക് അൻഹൈഡ്രൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത് അമൈഡായി മാറും. ഫോളോഡ് ബൈ ബ്രോമിൻ ഇൻ അസറ്റിക് ആസിഡ് എന്ന് വെച്ചാൽ ബ്രോമിനേഷൻ ആണ്. അനിലിൻ്റെ ബ്രോമിനേഷൻ, NH2 ഗ്രൂപ്പ് അല്ലെങ്കിൽ NH ഗ്രൂപ്പ് ഒക്കെ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് അല്ലേ. സോ ബ്രോമിൻ ഇൻ അസറ്റിക് ആസിഡ് ട്രീറ്റ് ചെയ്തു. അസറ്റിക് ആസിഡ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് NH ഗ്രൂപ്പിൻ്റെ ഓർത്തോ ലൊക്കേഷൻ അല്ലെങ്കിൽ പാരാ ലൊക്കേഷനിലേക്ക് ബ്രോമിൻ വരും. പക്ഷേ പാര ഓൾറെഡി മീഥൈൽ ഗ്രൂപ്പ് ഒക്യുപ്പൈ ചെയ്തല്ലോ. അതുകൊണ്ട് ഈ കാണുന്ന ഓർത്തോ ലൊക്കേഷനിൽ ഏതെങ്കിലും ഒരിടത്തേക്ക് ആര് വരും? BR വരും. ഓക്കെ, ഇവിടെ BR ഇൻ എക്സസ് എന്നൊക്കെ ആയാലും നമുക്ക് വേണമെങ്കിൽ രണ്ടിടത്തും കൊടുക്കാം. പക്ഷേ രണ്ടിടത്തും വരില്ല, ഒരിടത്തും മാത്രമേ വരുള്ളൂ. സോ ദ ഫൈനൽ പ്രൊഡക്റ്റ് ഇൻ ഹിയർ വിൽ ബി ലൈക്ക് ദിസ്. CH3, ഇവിടെ നമ്മുടെ അമൈഡ് ഗ്രൂപ്പ് ഉണ്ട് NHCOCH3, ആൻഡ് ഹിയർ യു വിൽ ബി ഹാവിങ് ബ്രോമിൻ കം, ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് നമ്മുടെ റിയാക്ടൻ്റ്. റിയാക്ടൻ്റ് എന്ന് പറയുന്നത് 4-nitrotoluene ആണ്. ഫൈനലി ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഇതാണ് നമ്മുടെ ഫൈനലി ഉണ്ടാവുന്ന പ്രൊഡക്റ്റ്. സോ ദിസ് ഈസ് അവർ A ആൻഡ് ദിസ് അവർ B. ഈ 4-nitrotoluene മോളിക്കുലാർ മാസ് നമുക്ക് നോക്കാം. ബെൻസീൻ റിങ്ങിൽ 6 കാർബൺ, ഇവിടെ 7ാമത്തെ കാർബൺ. അപ്പം നിങ്ങൾക്ക് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ കാണാം 7 കാർബൺ ഉണ്ട്. 7 × 12, 3 ഹൈഡ്രജൻ, ഇവിടെ ഉണ്ട് 4 ഹൈഡ്രജൻസ്. 4 3 7 ഹൈഡ്രജൻ, 7 × 1. നൈട്രജൻ 14, ഓക്സിജൻ 16 × 2. അപ്പോൾ 4-nitrotoluene. ഓക്കെ, 4-nitrotoluene റിയാക്ടൻ്റ് A ഗിവിങ് B എന്നുള്ള ടൈപ്പ് ഓഫ് റിയാക്ഷനാണ്. ഒരു A ഒരു B ആയിട്ട് കൺവേർട്ടായി. എയുടെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ 137 വരിക. 137 ഗ്രാം. ഒരു മോളിൻ്റെ വെയിറ്റ് 137 ഗ്രാം ആയിരിക്കും. ഈ തന്നിരിക്കുന്ന ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ മോളിക്കുലാർ മാസ് നോക്കണ്ടേ? നോക്കി എഗെയിൻ 1 2 3 4 5 6 കാർബൺ ആറ്റം. ഇവിടെ ഒന്ന് 7, ഇവിടെ ഒന്ന് 8, ഇവിടെ ഒന്ന് 9. 9 കാർബൺ ആറ്റം. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണോ 3 4 5 6 7 3 10 ഹൈഡ്രജൻ. ഒരു ബ്രോമിൻ്റെ ആറ്റമിക് വെയിറ്റ് 80 ആണ്. പിന്നെ ഓക്സിജൻ 16, നൈട്രജൻ 14. എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 228 എന്ന് വരും.
228. 137 ഗ്രാം റിയാക്ടൻ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 228 ഗ്രാം പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 137 ഗ്രാമിന് പകരം 137 മില്ലിഗ്രാം ആണെന്ന് ഇരിക്കട്ടെ. ഇവിടെ 137 മില്ലിഗ്രാം ആണ് എടുക്കുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ പ്രൊഡക്റ്റ് എത്ര ഉണ്ടാവും? 228 മില്ലിഗ്രാം അല്ലേ? ഇവിടെ 137 ഗ്രാം 228 ഗ്രാം, 137 മില്ലിഗ്രാം 228 മില്ലിഗ്രാം. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എത്രയായിരിക്കും വരിക? ആൻസർ ഓപ്ഷൻ വിൽ ബി 3 ഹിയർ. 3 ആയിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ മോളിക്കുലാർ മാസ് കാണുക എന്നുള്ള കാര്യം ഒരു ഇച്ചിരി ടൈം ടേക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ബട്ട് ഓവറോൾ എളുപ്പമുള്ള ചോദ്യമാണ്.